യൂറോപ്യൻ യൂണിയൻ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധങ്ങൾ ഇന്ത്യൻ കമ്പനികളെ പ്രത്യേകിച്ചും ഊർജ്ജ മേഖലയുള്ളവരെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഉപരോധങ്ങൾ റഷ്യൻ നിക്ഷേപമുള്ള നയാര എനർജിയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. റഷ്യൻ ഉടമസ്ഥതയിലുള്ള നയാര എനർജിയുടെ ഗുജറാത്തിലെ വാഡ്നഗർ റിഫൈനറിയുടെ പ്രവർത്തനം വെട്ടിച്ചുരുക്കിയതായ റിപ്പോർട്ടുണ്ട്. പ്രതിദിനം 4 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഈ റിഫൈനറി രാജ്യത്തെ എണ്ണ ശുദ്ധീകരണത്തിന്റെ ഏകദേശം 8% സംഭാവന ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾ കാരണം നയാര എനർജിക്ക് വിദേശ പങ്കാളികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന സാങ്കേതിക സഹായങ്ങൾ നിലച്ചിട്ടുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് യുവ സോഫ്റ്റ്വെയർ ഭീമനായ മൈക്രോസോഫ്റ്റ് നയാരയ്ക്കുള്ള സാങ്കേതിക സേവനങ്ങൾ നിർത്തിവെച്ചത്. ലൈസൻസിനായുള്ള തുക മുൻകൂട്ടി അടച്ചിട്ടും മുന്നറിയിപ്പില്ലാതെ സേവനങ്ങൾ നിർത്തലാക്കിയതിന് മൈക്രോസോഫ്റ്റിനെതിരെ നയാര കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം നയാരയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ പലതവണ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ ഉപരോധങ്ങൾ മുൻപത്തേക്കാൾ ശക്തമാണ്. ഇത് റഷ്യൻ കമ്പനികളുമായി റഷ്യൻ നിക്ഷേപമുള്ള സ്ഥാപനങ്ങളെയും ബിസിനസ് ചെയ്യുന്ന ആഗോള കമ്പനികൾക്കും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. റഷ്യൻ ക്രൂഡ് ഓയിൽ ആഗോള വിപണിയിൽ എത്തുന്നതിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറയുന്നത് ആഗോള എണ്ണ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യൻ എണ്ണയുടെ ലഭ്യത ആഗോള വിപണിയിലെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സഹായിച്ചിരുന്നു. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ ശക്തമായ ഇന്ത്യക്കും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും എണ്ണ കണ്ടെത്തേണ്ടി വരും. മുൻപ് ഗൾഫ് രാജ്യങ്ങളെ പ്രധാനമായി ആശ്രയിച്ചിരുന്ന ഇന്ത്യ നിലവിൽ 24-ലധികം രാജ്യങ്ങളിൽ നിന്നുമാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. എന്നിരുന്നാലും ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കൂട്ടുകയും രാജ്യത്തിന്റെ സാമ്പത്തിക നില ബാധിക്കുകയും ചെയ്യും. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നയാര എനർജിക്ക് രാജ്യത്തുടനീളം 6000-ലധികം പെട്രോൾ പമ്പുകളുണ്ട്. നയാരയുടെ വാഡ്നഗർ റിഫൈനറി രാജ്യത്തെ 2ാമത്തെ വലിയ സിംഗിൾ സൈറ്റ് റിഫൈനറിയാണ്. പ്രതിവർഷം 20 ലക്ഷം മെട്രിക് ടൺ ആണ് ഈ റിഫൈനറിയുടെ ഉൽപാദന ശേഷി. ഈ റിഫൈനറിയുടെ പ്രവർത്തനങ്ങൾ പരിമിതിപ്പെടുത്തുന്നു. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ശുദ്ധീകരണ ശേഷിയും ഇന്ധന വിതരണ ശൃംഖലയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രിയൽ റഷ്യൻ ഓയിൽ കമ്പനിയായ റോസ്നെഫ്റ്റുമായി നയാരയുടെ ഓഹരികൾ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ നിലവിലെ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്തിലാണ്.